കൊട്ടിയൂർ ഉത്സവത്തിന് പോയിട്ട് ചെറിയ വിലയ്ക്ക് വാങ്ങിയ ചെടിച്ചട്ടികളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഉത്സവത്തിന് വാങ്ങിയ ചെടിച്ചട്ടികളാണ് നമ്മുടെ ഗാർഡനിങ് തുടങ്ങിയത്. ഈ വർഷം ഇത്രയും ചെടിച്ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഇത് 10 രൂപേൻ്റെ ചെടിച്ചട്ടികളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയ 10 രൂപേൻ്റെ ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല സൈസും ഉള്ളതാണ്. ഒരു വർഷമായിട്ടും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് 100 രൂപയ്ക്ക് 5 എണ്ണം, ഒരെണ്ണത്തിന് 20 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തന്നെ മെറൂണാണ് ഇത്. ഇതിന് 25 രൂപയാണ്, 100 രൂപയ്ക്ക് 4 എണ്ണം. പിന്നെ 100 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്ന ഇതേപോലെ ചെറിയ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ടും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് ഈ വർഷം വാങ്ങിയത് നമ്മൾ. ഏകദേശം ജൂൺ 20 ആയി വീഡിയോ എടുത്തപ്പം ചെറിയ മഴയൊക്കെ തുടങ്ങുന്ന സമയമാണല്ലോ. മണ്ണൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെളി കൂടിയ മണ്ണിലേക്ക് നരണ്ടാൻ വിചാരിച്ചിട്ട് നല്ല വെയിലായിരുന്നു അന്ന്. അപ്പം ഞാൻ കുറച്ച് മണ്ണെടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. അപ്പോൾ ചെളി പിടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മണ്ണ് ഞാൻ കുറച്ച് ചട്ടിയിലെടുത്ത് നല്ല വെയിലത്തോട്ട് വെച്ച് ഉണക്കുന്നുണ്ട്. ഈ ഫേണിനെയാണ് നമ്മളിന്ന് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഫേണ് കാണാൻ. ഇത് പിടിക്കാൻ എന്ത് സോഫ്റ്റാണെന്ന് അറിയാം. ഇത് പിടിച്ചിട്ട് തൊട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും. അതേപോലെ ഒരു പഞ്ഞ് പോലെയാണ് കേട്ടോ തൊടുമ്പോൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗ്രീൻ ആണല്ലോ, എനിക്ക് ഗ്രീൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇലമുളച്ചീൻ്റെ തൈകളൊക്കെ ഇഷ്ടംപോലെ അവിടെ മുളച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇലമുളച്ചീൻ്റെ തൊട്ടടുത്താണ് ഈ ചെടിച്ചട്ടി ഇരുന്നത്. ഇവനാണ് ഇലമുളച്ചി. ഇതിൻ്റെ ചെറിയ ഇലേൻ്റെ തുമ്പത്തുള്ള ചെറിയ മുട്ടുകളാണ്. ഇതെല്ലാം പുതിയ തൈകളായിട്ട് വരുവേ, ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ അടിയിൽ വേരുണ്ട് കണ്ടോ. അങ്ങനെ ഓരോന്ന് അത് എവിടെ വീഴുന്നു. ഇതിപ്പോൾ മണ്ണിലാണെങ്കിൽ ആ പരിസരം മൊത്തം കാട് പോലെ ആയിട്ടുണ്ടായി. അതിന് ചട്ടിയിലായത് കൊണ്ട് താഴെ വീഴുന്നത് ഇൻ്റർലോക്കിലായതുകൊണ്ടും ആശാന് വളരാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ വീഴുന്ന ചെടിച്ചട്ടികളെല്ലാം മുളച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നന്നായി ഹാർഡ് പ്രൂൺ ചെയ്ത് വിട്ട തൈയാണേ. നല്ല രീതിയിൽ വെട്ടിക്കളഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്രയും മുളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായി വന്നോളും. നമ്മളിന്ന് മണ്ണിനകത്തോട്ട്, ഉണങ്ങിയ മണ്ണിനകത്തോട്ട് നന്നായി മണലധികം ചേർത്തിട്ടുണ്ട്. കാരണം മഴക്കാലമാണല്ലോ. മിറ്റം അടിച്ച് വാരി കരിയില കൂട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ചെടിച്ചട്ടിയിൽ നനയ്ക്കുന്നത്. ഇപ്പം മിറ്റം ക്ലീനാവുകയും ചെയ്യും, നമ്മുടെ ചെടി നടലും നടക്കും. ആദ്യം കുറച്ച് കരിയില ഇട്ട് അതിന് മേലെ മണ്ണിട്ട് വീണ്ടും അതിന് നേരെ കരിയില വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണിട്ടിട്ടാണ് ഞാൻ ചെടി നടുന്നത്. പിന്നെ കരിയില നട്ട് നമ്മൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കരിയില അഴുകി കഴിയുമ്പോൾ ഡ്രെയിനേജ് ഹോൾ അടഞ്ഞു പോകാനും ചട്ടിയിൽ വെള്ളം കെട്ടുന്നത് നമ്മുടെ ചെടി ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ ചെടീൻ്റെ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഫേണിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു 3 തൈകൾ മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ 3 തൈകൾ 2 എണ്ണം ഒരു വലിയ ചെടിച്ചട്ടിയിലും ഒരെണ്ണം 10 രൂപേൻ്റെ ചെറിയ ചെടിച്ചട്ടി നമ്മൾ വാങ്ങിയല്ലോ അതിനകത്താണ് നടുന്നത്. നല്ല വെയിലത്തൊന്നും ഈ ഫേൺ കൊണ്ട് വെക്കരുത്, ചെറിയൊരു ഇലയ്ക്കൊരു കരുത്തരും. ഇപ്പോൾ മഴക്കാലം കൊണ്ട് നന്നായി പെട്ടെന്ന് വളർന്നോളൂ. ഇനി മഴക്കാലമാണ് വരാൻ പോണത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ജൂണിലാണ്. ഇനി മഴക്കാലം വരാൻ പോണതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചെടി, ഇതൊക്കെ നടാൻ ബെസ്റ്റ് ടൈം ഇതാണ്. ഇവർക്കെല്ലാം വെയിലധികം പറ്റത്തില്ല, നടുന്ന സമയത്ത് കരിഞ്ഞു പോകും. ഇപ്പം നല്ല ബെസ്റ്റ് ടൈമാണ്. 2 കൊമ്പൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. കറ്റാവാഴേൻ്റെ ജെല്ലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നടുന്നത്. ഇങ്ങനെ ഇതിന് മുന്നേ നടുമ്പോഴൊക്കെ ചെടി അത്യാവശ്യം എല്ലാം എന്താണ് പെട്ടെന്ന് വേര് കിളുത്ത് വരുന്നുണ്ട്. നശിച്ചു പോകുന്നത് കുറയുന്നുണ്ട് ഇങ്ങനെ കറ്റാവാഴ ജെല്ലിൽ മുക്കി നടുമ്പോൾ. അതുകൊണ്ടാണ് ഒരാളെ കണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് ഒളിഞ്ഞ് നോക്കിയതാണ്. ഇത് പെന്നിവേട്ടാണ്. നമ്മുടെ മെയിൻ കുളത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ. അതിലിപ്പോൾ കുറേ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട്. ചട്ടി നിറച്ചും ആ തൈകളായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു ഓൺലൈൻ ചെക്ക് യുവർ കോർണർ എന്ന് പറയുന്നൊരു യൂട്യൂബ് പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒരുപാട് തവണ ഞാൻ മാറ്റി നട്ടേ, ഒരുപാടില്ല, ഒരു 2-3 ചട്ടിയിലെ മാറ്റി നട്ട് നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ഐസ്ക്രീം പാത്രമാണ് കേട്ടോ. ഇതിന് ഹോളില്ല, അതായത് ഡ്രെയിനേജ് ഹോളില്ല. ഈ ചെടി വെള്ളം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചീഞ്ഞൊന്നും പോകത്തില്ല. വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വളരും. അപ്പോൾ മണ്ണും ഉണ്ട് വെള്ളവും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനെ നമ്മൾ വാങ്ങിയ ഇൻഡോറായിട്ട് വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചെറിയ പോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്താകുമ്പം വെള്ളം കെട്ടിക്കിടക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് നന്നായി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടും. ഞാൻ അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ്, ഈ ഇലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് വേര് പിടിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ചെടിയല്ല, വെള്ളം വേണം എന്നേ ഉള്ളൂ. അതും ഒരു 2 ചെടികളിലായിട്ട് മാറ്റി നട്ടേ. പിന്നെ കുറച്ചധികം ചെടികളുണ്ട്. ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മഴയാണോ വെയിലാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ചെടിച്ചട്ടികളൊക്കെ തൽക്കാലം വാങ്ങിയതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മഴയെല്ലാം മാറി ഒരു ഓണസമയമൊക്കെ ആകുമ്പോഴേക്കും ബാക്കിയുള്ള ചെടികളൊക്കെ മാറ്റി നടാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ നട്ട് വെച്ചത്. ഇത് പെട്ടെന്ന് ഉഷാറാവുകയും നിറഞ്ഞ് ബുഷിയായിട്ട് വരും ഈ ചെടി കേട്ടോ. ഇതാണ് അതിൻ്റെ മുന്നത്തെ ഇതിൽ ഞാൻ കട്ടിങ്സ് എടുത്ത് നട്ടതാണ് അത് കേട്ടോ. തൽക്കാലം നട്ട ചെടികളൊക്കെ ഞാൻ തണലത്തോട്ട് വെച്ചിട്ടുണ്ട്. തണലെന്ന് വെച്ചാൽ അധികം മഴയും വെയിലും കൊള്ളാത്ത സ്ഥലം. വിങ്കാ റോസിനെ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.